തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഇന്നത്തെ പരിപാടി നമുക്ക് അതാക്കാം. വലിയ പണിയൊന്നുമില്ല, ഒരു 4 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കേണ്ടേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. കൈമ റൈസ്, വയനാടൻ കൈമ റൈസ്. ചിക്കൻ ദം ബിരിയാണി, തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിക്ക് ഇത് തന്നെ വേണം. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണുള്ളത്. 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 10-15 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, 2 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി, ഒരു 5-8 വലിയ ഉള്ളി, ഇഞ്ചി, പിന്നെ വേണ്ടുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, കുരുമുളക്, ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന. ഇത് ഗരം മസാലയാണ്. പിന്നെ നെയ്യ്, നമ്മളെ നെയ്യ് വേണം. തക്കാളി, ഉപ്പ് ആവശ്യത്തിന്, പനനീർ. ഈ സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. 4 ഗ്ലാസ് അരി, 1 കിലോ അരിയാണ്. എന്നിട്ട് അരി നല്ലോണം കഴുകി വാർത്ത് വെക്കുക. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് ഗ്രാമ്പൂ ഇടുക, കറുവപ്പട്ട 1-2 പീസ് ഇടുക, ഇത്ര മതി. കുരുമുളക് ഇത് കാണില്ല, ഇതൊക്കെ ഒരു 4-5 ഒന്ന് പൊട്ടിച്ചിട്ടിട്ടാൽ മതി. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തിളച്ച വെള്ളം, നമ്മൾ മസാല ചേർത്ത് തിളച്ച വെള്ളം അദ്ദേഹം ഒഴിക്കുന്നു. 1 സ്പൂണ് നെയ്യ് ഇടുക, 1 സ്പൂണ് നെയ്യ്. ആവശ്യത്തിന് ഉപ്പ്. ഓരോരാൾക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇടുക. അരി ഇട്ടിട്ട് ചെറിയ തീയിൽ നമ്മൾ ഇതിനെ വേവിക്കണം. ഇത് ചെറിയ തീയിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ദമ്മ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടേണ്ടി വരും. അത് നമുക്ക് വറുത്തെടുത്തിട്ട് വെക്കാം ആദ്യം തന്നെ. ഓക്കെ, ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. അധികം വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ടോപ്പിങ്സിന് മാത്രമായിട്ട്. ഉള്ളി ചെറുങ്ങനെ ആ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മളിത് കോരി വെക്കണം. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറും. നമ്മളെ ചോറ് ഏകദേശം ഈ ഒരു ലെവലിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പനനീര് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. മതി, ജസ്റ്റ് ഒരു അടച്ചു വെക്കുക. അപ്പം നമ്മളെ ചോറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ചോറായിട്ടുണ്ട്. 5-10 മിനിറ്റ് അവിടെ ആ ഒരു ദമ്മിൻ്റെ അകത്ത് വേവട്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ചിക്കൻ ഉണ്ടാക്കേണ്ട. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഈ മസാലകൾ, ചിക്കനിൽ ചേർക്കേണ്ട മസാലകളൊന്ന് ചതുക്കി എടുക്കാം. അതിന് ഇഞ്ചി എടുത്ത്, പച്ചമുളക് നിങ്ങൾക്ക് എങ്ങനെ എരിവിൻ്റെ ആ ഒരു, ഞാൻ 15ഓളം പച്ചമുളക് എടുത്തിട്ട് 15 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി, 2 ഫുൾ വെളുത്തുള്ളി എടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഇതൊന്ന് ചതക്കി എടുക്കണം. നമുക്ക് മസാല നമുക്കൊന്ന് ഇതാക്കാൻ വേണ്ടി ചതുക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കും. ഉള്ളി നമ്മളെടുത്ത് വെച്ചില്ലേ, ആ ഉള്ളി നമ്മൾ ഇതിലേക്ക് മാറ്റുന്നു. വഴറ്റിയെടുക്കണം. ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു ഇത് വേണ്ടി നമുക്കൊരു കാര്യം, കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടും. നമുക്ക്
ഒരൊന്നും ചേർക്കണ്ട. ചെറിയ തീയിൽ ഇരുന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റുള്ളിൽ ആയി കിട്ടും. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു വൈറ്റ് കളറായിട്ട് വരും. ആ കളറാകുന്ന സമയത്ത് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, 5-6 തക്കാളി നമ്മൾ മുറിച്ച് വെച്ചിന്, അത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ തക്കാളി വെന്ത് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയാം. ഇപ്പം ഓപ്പണാണ് നമ്മൾ. എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഇറച്ചി നല്ലോണം ഒരു 2-3 വെള്ളത്തിൽ കഴുകി വെക്കുക. അതാണ്. ഇപ്പോൾ നമ്മുടെ ചോറിപ്പം ഏകദേശം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തിട്ടുണ്ടാവും. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ചോറ് നമ്മളെ ഒരു 80% വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ദമ്മിലേക്ക് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കണത്. ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ, നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അങ്ങോട്ടേക്ക് മാറ്റണം. നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ അകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് മിക്സ് ചെയ്യാം. ഈ സാധനങ്ങൾ ഇതിൻ്റെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ചു വെക്കുക. ഇപ്പം നമ്മളെ ചിക്കൻ ഏകദേശം ഒരു പകുതി, നമ്മളെ തക്കാളിയെല്ലാം പകുതി വെന്ത ആ ഒരു ഇതിലാണ് ഉള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വഴറ്റി വെച്ച ഉള്ളി ഇതിലേക്ക് അങ്ങ് ചേർക്കുന്നു. വഴറ്റി വെച്ച ഉള്ളി നമ്മൾ ഇതിൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഇത് നല്ലോണം ഒന്നും കൂടി നമ്മളിത് ഇളക്കി നോക്കിയതിന് ശേഷം കുറച്ചങ്ങ് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം. ഇനി കുറച്ച് തിളച്ചതിന് ശേഷം പുതിന ഇല നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പുതിന ഇല ആവശ്യത്തിനിട്ട് കുറച്ചൊന്നും കൂടി ഒന്ന് ഇളക്കി നമ്മളതിനെ അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ മുങ്ങാനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക്, ഇത് ഏകദേശം വെന്തിട്ടുണ്ടാവും, ഇതിൻ്റെ അകത്തേക്ക് മല്ലിച്ചപ്പ് നമ്മളിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു 2 ചെറുനാരങ്ങേൻ്റെ നീരങ്ങ് ഒഴിക്കുക. ഉമ്മിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കനൽ വേണം മുകളിലൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മളുടെ അടുത്ത് ഇവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോള് മാത്രമാണ്. ഈ കൽക്കരി പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഓതും മറ്റേതെല്ലാം കത്തിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് കത്തിച്ചിട്ട് ഒന്ന് കനലാക്കി എടുക്കും. അത് എന്നിട്ട് നമ്മളിതിൻ്റെ മേലേക്ക് ഇടുക ചെയ്യും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങോട്ടേക്ക് ഇടുന്നതാണ്. നല്ല മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഇടും. അതിന് ശേഷം കുറച്ച് നെയ്യ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂണ് നെയ്യ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് പൈനാപ്പിൾ എസൻസ് ചെയ്തതിന് ശേഷം കുറച്ചൊരു 3-4 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഇതിലേക്ക് ചേർക്കും. അല്ലെങ്കിൽ പൈനാപ്പിൾ പീസസ് ആണെങ്കിൽ കുറച്ചൊരു 5-10 പീസ് പൈനാപ്പിൾ പീസ് ചേർത്ത് അതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് നമ്മൾ 2 സ്പൂണ് റോസ് വാട്ടറും ചേർത്ത് ഇത് അടക്കുക. നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദമ്മിടണം.
ദമ്മിടിക്ക് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മൈദേൻ്റെ ആവശ്യം വരും. അപ്പം കുറച്ച് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കും. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നമ്മളൊന്ന് നല്ലോണം കൈനെ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. റിബണ് പോലത്തുള്ള തുണി എടുക്കും, കോട്ടൻ്റെ ആയിരിക്കും. കോട്ടൻ്റെ തുണി ഇതിലേക്ക് അങ്ങ് മിക്സ് നല്ലോണം മുക്കി അങ്ങ് വെക്കുക. മുക്കി കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ ദമ്മിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എടുത്ത് ഈ പാത്രത്തിൻ്റെ പുറത്ത് അങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് ഈ അടപ്പെടുത്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച്, ഞാൻ പണ്ട് മസിൽമാനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഇതെല്ലാം ഉണ്ടായിരുന്നു, വെയിറ്റെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നേരത്തെ ശരിയാക്കി വെച്ച് ഈ സാധനം എടുത്തിട്ട് ഈ മുകളിലേക്കും ഇടുന്നു. നമുക്ക് ദമ്മ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ദമ്മിടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറ്റുന്നത് ഈ ഒരു രീതിയിലേ പറ്റും. ഇതിനാണ് ദമ്മ് എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദമ്മിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതേപോലെ വെക്കുക. അപ്പോൾ നമ്മുടെ ഒരു 10-12 മിനിറ്റോളായി നമ്മളിത് ദമ്മിട്ടിട്ട്. അപ്പോൾ ദമ്മ് നമുക്ക് പൊട്ടിക്കാം. ലോ സിമ്മിൽ നമ്മൾ വെച്ചിരുന്നു, അത് നമുക്ക് അങ്ങ് ഓഫാക്കാം. നമുക്കിത് തുറക്കാം, ദമ്മൊന്ന് പൊട്ടിക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി സാധനം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യും. ഇനി ഇത് നമുക്ക് തുറന്ന് നമുക്ക് സെർവ് ചെയ്യേണ്ട രീതിയിലേക്ക് ആക്കാം. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു. ഒന്നിനെ നോക്കട്ടെ, ഞാൻ വന്നിട്ടുണ്ട്, കറക്റ്റ് പോവാം. നമ്മൾ റൈസ് മാറ്റാം കേട്ടോ. ഇനി റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പം നമുക്കിത് കഴിക്കാം ഇനി. ബിരിയാണീൻ്റെ കൂടെ നമ്മളെ തലശ്ശേരിയിൽ കച്ചമ്പർ എന്ന് പറയാം. കച്ചമ്പർ തേങ്ങയും പച്ചമുളകും മല്ലിച്ചപ്പും കൂടിയിട്ട് അരച്ചാണിത്. അത്രയേ ഉള്ളൂ. ഇത് പിന്നെ അച്ചാറ്, പിന്നെ നമ്മളെ സലാഡ്. അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം.